ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതി തുടരുന്നു. ഇടുക്കി ചപ്പാത്തിൽ വീടിന്റെ മുകളിലേക്ക് പാറക്കല്ല് വീണ് വീട് തകർന്നു. കോട്ടയത്ത് 300 ഏക്കർ പാടശേഖരത്തിൽ വെള്ളം കയറി. കണ്ണൂരിലും തൃശൂരിലും മരങ്ങൾ കടപുഴകി വീണു. കോഴിക്കോട് വിലങ്ങാട് മലവെള്ളപ്പാച്ചിലുണ്ടായി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും തുറക്കും. ഇടുക്കി ചപ്പാത്തിൽ ഹെവൻ വാലിയിൽ പാറക്കൽ പുഷ്പം ഹൃദയരാജിന്റെ വീടാണ് പാറക്കൽ വീണു തകർത്തത്. പുഷ്പം ഹൃദയരാജും മകനും ഭാര്യയും 2 കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടയം ഐമനം പഞ്ചായത്തിലെ കരിമടം വേഴപ്പറമ്പ് പാടശേഖരത്തിൽ മട വീണു. കണ്ണൂർ വലിയന്നൂരിൽ മരങ്ങൾ കടപുഴകി പെട്ടിക്കടകൾ മറിഞ്ഞു വീണു. തൃശൂർ കുന്നംകുളത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി വിതരണം താറുമാറായി. കാക്കനാട് എൻജിഒ കോട്ടൈസ് മാർക്കറ്റിന് സമീപം മരം കാറുകൾക്ക് മുകളിലേക്ക് വീണു. കോഴിക്കോട് വിലങ്ങാട് മലവെള്ളപ്പാച്ചിലുണ്ടായി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി മൂഴിയാർ ഡാം വീണ്ടും തുറക്കും. ആങ്ങമൂഴി, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിലും കക്കാട്ടാറിന്റെ തീരത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട് കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസവും കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.